ഞാൻ വാഴക്കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ വാഴക്കൃഷി ചെയ്തത് വേനക്ക് നനയ്ക്കുന്നതും ഒക്കെ കാണിച്ചു. ഇപ്പം കുറച്ച് നന്നായിട്ട് വാഴ വലുതായി, അതിൽ ചിലതൊക്കെ കൊലച്ചു. അപ്പം ഞാൻ ആ വാഴത്തോട്ടം നിങ്ങളെ ഇപ്പോൾ ഒന്നും കൂടി എത്രത്തോളം വലുതായി എന്ന് കാണിച്ചു തരാം. പിന്നെ എനിക്ക് കുറച്ച് വേറെ കൃഷികളൊക്കെ നട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്ന് നട്ടത് അതെ പ്ലാവിൻ്റെ തൈയൊക്കെ കണ്ടോ, പ്ലാവിൻ തൈ നട്ടു. പിന്നെ കുറേ കപ്പ നട്ടു, മാവ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേണ്ട കപ്പയൊക്കെ നട്ടേക്കണ്ടോ. കപ്പ നട്ടതിനകത്ത് വലിയ കാര്യമായിട്ട് പുല്ലൊന്നും മുളച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. എൻ്റെ ചെണ്ടുമല്ലി കുറേ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ അവിടെ നട്ടേക്കണം. ചേന കുറച്ച് നട്ടു. ചേനയ്ക്ക് ഇന്ന് ചെത്തി വളമൊക്കെ ഇട്ടിട്ടുണ്ട്, പുല്ലൊക്കെ ചെത്തി. ഭായിമാർ നാട്ടിൽ പോയേക്കണത് കൊണ്ട് ഭായിമാരെ കിട്ടാനുണ്ടായില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരാളെ ഇവിടെ അടുത്തുള്ളൊരു ചേട്ടനെ കിട്ടി. ആ ചേട്ടനെ കൊണ്ട് ഇന്ന് ചെയ്യിച്ച ഇത്രോ. അതുകൊണ്ട് എല്ലാം കടു പിടിച്ചു കൊടുക്കണം. മഴ പെയ്ത് പുല്ല് കിളിർത്ത് തവിട് പൊടിയായിട്ട് കൊടുക്കുക. അപ്പോൾ അതേ എൻ്റെ വാഴത്തോട്ടത്തിലേക്ക് പോകാം. നമുക്ക് വാഴ കൊലച്ചതും കൊലക്കാത്തതും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ വാഴത്തോട്ടത്തിലേക്ക് നിങ്ങൾ വായോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉണ്ടല്ലോ ഇവിടെ മുഴുവൻ അമ്മണിയൊക്കെ കൊതുകടിച്ച്, ഇവിടെ കൊതുകിൻ്റെ ശല്യം ആയതുകൊണ്ട് ഭരതാദ്യം കളിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ ഉള്ളതൊക്കെ വായോ കാണിച്ചു തരാം. എൻ്റെ പിന്നെ മുരിയാതയൊക്കെ കാണിച്ചു തരാം. അധികം നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര കൊതുകാണ്. എൻ്റെ മുരിയ എൻ്റെ ഏത്തവാഴകളൊന്നും തന്നെ കൊലച്ചിട്ടില്ല. കൊലക്കാറിങ്ങനെ ആയി നിൽക്കണു. പിന്നെ എൻ്റെ ഞാലിപ്പൂവൻ വാഴ കൊലച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ കപ്പളം ഞാൻ മേടിച്ച് വെച്ച തയ്യ, റെഡ് ലേഡി എന്ന് പറയുന്നതാണ് ഇത്. പക്ഷേ അത് 2-3 എണ്ണം റെഡ് ലേഡിയൊക്കെ പൂത്ത് തുടങ്ങണേ ഉള്ളൂ. കാട് പിടിച്ചു. ഇവിടെ ചെത്തിയിട്ടില്ല, ഇവിടെ പുല്ലി എത്തണം. പണിക്കാരനുണ്ട്. ഭായിമാരൊക്കെ നാട്ടിൽ പോയേക്കണത് കൊണ്ട് പണിക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ് നമുക്കിവിടെ. അപ്പോൾ ഇനി വന്നം ഉണ്ടോ, വാഴയുടെ മുകളിൽ വാഴയെക്കാളും കൂടുതൽ പുല്ല് കയറി. നാളെ പണിയാനായിട്ട് ഒരു ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അത് വരും. ഞാൻ സ്ഥിരം മഴയായതുകൊണ്ട് കുറേ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അത് കാരണം ഫുള്ള് കാട് കയറി. എല്ലാം ഇട്ടത് വാഴയ്ക്ക് വളം ഇട്ട കഴിഞ്ഞ ദിവസം. ഞാൻ മഴയായതുകൊണ്ടുണ്ടല്ലോ കുറേ ദിവസമായി, ശരിക്കും പറഞ്ഞ 2 ആഴ്ചയായി വന്നിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പനി വന്നു. അപ്പോൾ ഒക്കെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. തോട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ വന്നേക്കുക. ഇപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ വാഴയുടെ എല്ലാം കാണാം. പയർ കൃഷിയാണിത്. പയർ കൃഷിയും പുല്ല് കൃഷിയും കൂടെ ഞാൻ ഒന്നിച്ച് ചെയ്തതാണ്. ഭയങ്കരമായിട്ട് പുല്ല് മുളയ്ക്കണ കാരണം പറിച്ച് മടുത്തു. പിന്നെ കൊതുകിനെ പേടിച്ച് ഞാൻ അധികം ഇങ്ങോട്ട് വരാനില്ല. കാരണം ഭയങ്കര മഴയായതുകൊണ്ടേ പയറിൻ്റെ ഇലയൊക്കെ അങ്ങ് വാച്ചു പോകുന്നു എല്ലാവരും പറഞ്ഞു. പയർ വിത്ത് ഉണ്ടാവാനായിട്ട് പാടാം. പിന്നെ അതേ വെണ്ടത്തൈയൊക്കെ നിൽക്കണുണ്ടോ, അതെല്ലാം ഇങ്ങനെ മഴ പെയ്ത് എല്ലാം ഒരു സുഖമില്ലാതെയായിപ്പോയി. അത് കാരണം ഭയങ്കര മടിയായി ആ കൃഷിയോടുകൂടി. ഇതിനിപ്പം പുല്ലൊക്കെ പറിച്ച് കളയണം 2 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇത് എൻ്റെ കൃഷിത്തോട്ടം കണ്ടത് കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാവരുമേ. കൃഷിത്തോട്ടം കാണിക്കൽ ഇന്നത്തെ പരിപാടി തീർന്നു. ഇത് അമ്മണിയുടെ കാലയിൽ മുഴുവൻ ചെടിയായി, എൻ്റെ കാലയിലുമായി. ഞങ്ങൾ കാലൊക്കെ കഴുകി പെരയ്ക്കകത്ത് കയറാൻ പോവുകയാണ്. പിന്നെ അതോടുകൂടി എൻ്റെ ചെടികളും കൂടെ ഒന്ന് കണ്ടോ നിങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ.
ഇതാണ് എൻ്റെ മിലുക്കുഞ്ഞ്.